ശരിക്കും ഗ്രോ ബാഗുകളിൽ എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കേണ്ടതെന്നത് ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി നമ്മൾ പറഞ്ഞുതരാൻ പോവുകയാണ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് മണ്ണ് വെട്ടിക്കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഇതുപോലെ ചരലും മണ്ണോട് ചേർന്നിട്ടുള്ള മണ്ണാണ്. പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കൈകൊണ്ട് പിടിച്ചാൽ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന മണ്ണാണ്. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ കുറച്ച് കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ രണ്ടിടത്തായിട്ട് കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് എപ്പോഴും ഈ ഒരു മണ്ണിന് നമുക്ക് pH കറക്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുമ്മായം ഇതാണ്ടോ, നമ്മുടെ കക്കാപ്പൊടി എന്നൊക്കെ പറയും. ഈ ഒരു കുമ്മായം എപ്പോഴും നമ്മുടെ മണ്ണിന് മുകളിലേക്ക് ഇട്ടൊരു 4-5 ദിവസം, 15 ദിവസമൊക്കെയാണ് പറയുന്നത്. അത് ഓരോ മണ്ണിനനുസരിച്ചാണ് കേട്ടോ. അപ്പം നമുക്കൊരു 4-5 ദിവസമൊക്കെ നമുക്ക് ഇട്ടിട്ട് വേണം ഇതിനെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റാൻ. ഈ ഒരു 5 ദിവസം ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വളപ്രയോഗം നടത്താൻ പോകുന്നത്. അപ്പം ആ വളപ്രയോഗം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ആ ഒരു കുമ്മായം ഇട്ടിട്ട് നമ്മുടെ മണ്ണിപ്പോൾ ഏകദേശം 5 ദിവസമായിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് തന്നെ നമ്മളിപ്പം അകത്തേക്ക് വലിച്ച് മാറ്റിയതാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നതിന് മുമ്പ് നമുക്കതിനകത്തൊരു വളപ്രയോഗമുണ്ട്. സാധാരണ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ പോട്ടി മിക്സ് എന്ന് പറയുന്ന ഒരു വളം മേടിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് അത്രമാത്രം പൈസ മുടക്കാൻ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ. നമുക്ക് തന്നെ പൊട്ടി മിക്സ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് ഇതേ ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ചകിരിച്ചോറാണ്, ചാണകപ്പൊടിയുണ്ട്, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ എല്ലുപൊടിയുണ്ട്, എന്ന് പറയുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു 4 കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. ഈ ഒരു നമ്മുടെ ഒരു 2 ചട്ടി മണ്ണിന് ഒരു ചട്ടി ചാണകപ്പൊടിയും 1 ചട്ടി ചകിരിച്ചോറുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഓരോ 2 ചട്ടി വീതം ഈ ഒരു സാധനങ്ങളാണ്, അതായത് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പം അത് മുഴുവനായിട്ടും എടുത്ത് തട്ടിയേക്കാം. അന്നേരം ഞാൻ പറഞ്ഞതിനോട്ട് നമ്മൾ ആ ഒരു മണ്ണിലേക്ക് 2 ചട്ടി വീതം ചാണകപ്പൊടിയും 2 ചട്ടി വീതം നമ്മൾ ചകിരിച്ചോറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് എല്ലുപൊടിയാണ് കേട്ടോ. ഒരു 200 ഗ്രാമോളം എല്ലുപൊടി. നമുക്കിപ്പം ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് നമ്മുടെ കൈക്ക് ഒരു 200 ഗ്രാമോളം എല്ലുപൊടി കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. നമുക്ക് അത്രയൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം വേപ്പിൻ പിണ്ണാക്കൂടെ ചേർത്തേക്കാം. ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചിടുന്നത് നല്ലതായിരിക്കും. ഒരു 200 ഗ്രാം വേണ്ട, ഒരു 10, 60, 70 ഗ്രാമൊക്കെ മതി കേട്ടോ നമ്മുടെ ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ നമ്മളിത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു വാർപ്പിനൊക്കെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണും വളങ്ങളും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ തൂമ്പ് വെച്ച് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തേക്കാം. നമ്മളിത് നന്നായിട്ട് തന്നെ നമ്മുടെ ഒരു മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലേക്കാണ് കേട്ടോ നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. നമ്മൾ 13 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ഗ്രോ ബാഗ് മേടിച്ചിരിക്കുന്നത്. അത്ര വലുതല്ല, എന്നാൽ അത്ര ചെറുതുമല്ല. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു വളവും മണ്ണും കൂടെ നമുക്ക് ആ ഒരു ഗ്രോ ബാഗിലേക്ക് നിറച്ചേക്കാം. മണ്ണ് നിറച്ച് കഴിഞ്ഞ് അത് നമ്മൾ ഇനി ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയാണ്. ഈ ഒരു ഇലയും നമുക്ക് നമ്മുടെ ഈ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ ഒരു ലെയർ മുകളിലേക്ക് കേട്ടോ. ജസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കുണ്ടാകാൻ പോകുന്ന മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചീമക്കൊന്നയുടെ ഇല നമ്മൾ നിറച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണ് നിറയ്ക്കാം. നമ്മളപ്പോൾ വീണ്ടും ഒരു ലെയർ മണ്ണൂടെ ആ ഒരു ഗ്രോ ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് മുകളിലേക്ക് മറ്റൊരു സാധനം ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ കരിയില. ഈ ഒരു കരിയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാകുന്ന നമ്മുടെ സവാളയുടെയും ഒരു വെളുത്തുള്ളിയുടെയൊക്കെ തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നമുക്കിപ്പോൾ അത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു കരിയില നിറച്ചിരിക്കുന്നുണ്ട്. കരിയില നമുക്ക് കാർബണിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഉള്ളിത്തൊലി ആണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവ് നല്ല കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഉള്ളിത്തൊലി ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇതുവരെ നിറച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വീണ്ടും നമുക്ക് മണ്ണ് നിറയ്ക്കാം. അന്നേരം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മൾ അപ്പോൾ ഒരു ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്. നമ്മളൊരു 5-6 ഗ്രോ ബാഗ് ഇപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രോ ബാഗ് നിറച്ചപ്പോഴുള്ള അവസ്ഥ. ഇതൊക്കെ ഞാൻ ഇന്നലെ നിറച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിറച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കണം. നമ്മൾ ഗ്രോ ബാഗ് നിറച്ച ഉടനെ എല്ലാവരും ചെയ്യുന്നതിൻ്റെ കൂട്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്തേക്ക് നമ്മുടെ ഒരു വിത്തുകളോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളോ എടുത്ത് വെക്കാൻ പാടില്ല. നമ്മുടെ ഈ ഒരു മണ്ണും വളവും കൂടെ എല്ലാം കൂടെ നന്നായി മിക്സ് ആവണം. അതായത് ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സാധാരണ വിത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കുന്ന രീതിയിലല്ല, ഇച്ചിരി നല്ലപോലെ തന്നെ നമ്മുടെ ഈ ഒരു മണ്ണും ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ലപോലെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്തേക്ക് ഇനി വിത്തെടുത്ത് മാറ്റാൻ പാടുള്ളൂ. ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് നടാനുള്ള പയറിൻ്റെ തൈയാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ 4 ദിവസം മുമ്പ് നട്ട ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തൈ ഇട്ട ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൈ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്കി എല്ലാ തൈകളും നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഇല, അതായത് ഇപ്പോൾ 2 ഇലയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു തൈക്ക് എന്ന് പറയുന്നത്. ഇതിന് 4 ഇലയാകുമ്പോൾ നമ്മളിതിനെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടണം.
അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു നല്ല വിളവ് കിട്ടാനുള്ള ഗ്രോ ബാഗ് നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.